ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവട ഉണ്ടോ, പരിപ്പുവട. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ചാൽ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ചപ്പ് പുതിന, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പരിപ്പ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യാം. മിക്സിയിലിട്ട് അരക്കാം. ഒരു ടീസ്പൂണും വലിയ ജീരകം ഇടാം കേട്ടോ. ഇത് നന്നായി മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ നന്നായി പേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അധികം നമ്മൾ പേസ്റ്റ് ചെയ്യരുത്, ഇതുപോലെ ഈ രൂപത്തിൽ പേസ്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പരിപ്പ് അരച്ചെടുക്കാം. അങ്ങനെ കഴിച്ച് നമ്മുടെ പരിപ്പ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ പരിപ്പ് 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി മിക്സ് ചെയ്യാം. നെക്സ്റ്റ് കറിവേപ്പില, ചപ്പ് പുതിന അതിലേക്ക് കൂടി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ബൗളാക്കിയാണ്ട് ഒരു വലുപ്പത്തിൽ ബൗളാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടിയിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ ആക്കിയിട്ട് ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. എല്ലാം എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം. നമുക്കിനി ഇത് റെഡി ആയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പുവട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ബബിൾസൊക്കെ പോയി കഴിഞ്ഞാലാണ് ഇത് റെഡിയായി, പരിപ്പുവട റെഡിയായി നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ പരിപ്പുവട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.